എൻ്റെ പിതാവ് DIC പോയപ്പോൾ ആ സമയത്ത് എൻ്റെ പിതാവ് എന്നോട് ഏതിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല. കാരണം ഞാനന്ന് കോൺഗ്രസ്സിലായിരുന്നു. അപ്പോൾ അത് കാണിക്കാനുള്ളൊരു മര്യാദ എൻ്റെ പിതാവിനുണ്ടായിരുന്നു. അന്നും നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്തോളം പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇത് വലിയ പുതുമയല്ല എനിക്ക്. ഈ തൃശ്ശൂരിലൊരു പോരാട്ടം ശക്തമാണല്ലോ. അപ്പോൾ ചേട്ടനാണ് മത്സരിക്കുന്നത്, അതുപോലെ തന്നെ മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയാണ് പ്രചരണം നടത്തുന്നത്. എന്താണ് ഇവിടുത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ചേട്ടൻ നോക്കാൻ പറ്റില്ല. ചേട്ടൻ വീട്ടിലാണ്. ചേട്ടനും അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ. ആര് ജയിക്കും എന്നുള്ള ഞാൻ ജോലിച്ച് നോക്കിയില്ല. അത് പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാം. ഇപ്പോഴത്തെ എനിക്ക് ആൾക്കാരുടെ വിശ്വസിക്കുന്ന പാർട്ടി ജയിക്കുന്നു ഇപ്പോഴും ഉറപ്പില്ല. ഞാൻ പറയാൻ പോണം, മുഴുവൻ കേൾക്കണം. നിങ്ങൾക്ക് ഈ ഇടയ്ക്കേറി പറഞ്ഞ് വെറുതെ ഇതാക്കാൻ ഞാൻ പറയാൻ പോയത്, ഞാൻ ഇവിടെ പലരോടും സംസാരിച്ചപ്പം സുരേഷ് ഗോപിയാണ് ഒന്നാമത് നിൽക്കുന്നത്. അതും വിചാരിക്കുന്നതിലും കൂടുതൽ മുകളിലാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ കള്ളവോട്ട് ആരോപണമൊക്കെ വരുന്നുണ്ടല്ലോ, ആളുകളെ മാറ്റി ചേർത്തുന്നു, കൂടുതൽ വോട്ടുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളതൊക്കെ. അപ്പം അത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പ്രവൃത്തികളുടെ ഭാഗമായാണെന്നാണ് പറയുന്നത്. LDFും UDFും പറയുന്നത് അത് തന്നെയാണ്. അവരെ മാത്രമേ പറയണല്ലോ. എന്താ അവർ മാത്രം BJP പറയണില്ലേ? BJP അങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അല്ല, അപ്പോൾ BJPക്ക് എന്താ പറയാനിതില്ല? അവർക്കും അറിയാതാര. കാരണം എൻ്റെ വോട്ട് ഒരിക്കൽ കള്ളവോട്ട് ചെയ്തിട്ടുള്ളതാണ് മാസ്റ്റർ. അത് ഞാൻ കണ്ടുപിടിക്കണം. ഇപ്പം അച്ഛൻ DICയിലേക്ക് മാറിയപ്പോൾ അവരിലൊരാളെ കണ്ടപ്പോൾ ഞാൻ ചോദിക്കുക, ആരാ എൻ്റെ വോട്ട് കള്ളവോട്ട് ചെയ്തത്? അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ വോട്ട് ആരാ ചെയ്തത്. അത് BJPയിൽ പ്രത്യേകിച്ച് വേണുഗോപാൽ ഇപ്പോൾ ചേട്ടന് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയാണ്.